താമര കണ്ണനുറങ്ങണം കണ്ണു കൂട്ടിയുറങ്ങണം താമര കണ്ണനുറങ്ങണം കണ്ണും കൂട്ടിയുറങ്ങണം അച്ഛനെ പോലെ വാഴൊക്കെ തുറക്കുന്നത് അമ്മയുടെ മുത്തല്ലേ? അമ്മയുടെ മുത്തല്ലേ? മണ്ണ് വെച്ചിട്ട് ഇതേ വായിൽ പല്ലുണ്ടല്ലോ. എത്ര പല്ലുണ്ട്? ഇത് എത്ര പല്ലുണ്ട്? മൂട് വെച്ച എത്ര പല്ലുണ്ടോ? പല്ല് ഒടിഞ്ഞു പോയോ കൂടെ ഇവിടുത്തെ? അതിനത്ര നീളം ഉണ്ടായിരുന്നുള്ളൂ. കൂടപ്പി അമ്മ മണ്ണ് വെച്ചിട്ടെ രക്ഷയില്ല. മരുന്ന് വെച്ചണ്ടേ? ഞാനല്ല നീ കൊച്ചു പിന്നെ പേടിപ്പിച്ചായിരുന്നോടി. ഞാൻ ഒന്നും ചെയ്തില്ല. പിന്നെ പിന്നെ എന്നാ കുഴപ്പം? കണ്ണടച്ചില്ലേ കുഞ്ഞു? മണ്ണ് വെച്ചണ്ടേടി. ഇതൊരു ആവു വരൂടി. അമ്മ നോക്കട്ടെ? അമ്മ നോക്കണ്ടേ? എവിടെ വേന? ഇവിടെയാണോ? എവിടെയാ? എവിടെയാടി? ഇവിടെയാണോ? ആ ഇല്ല ഇല്ല ഇല്ല. എല്ലാരും കൂടെ വന്ന് കൊച്ചിനെ പഠിപ്പിക്കല്. സ്പ്രേക്ക് നല്ല നീറ്റണ്. സ്പ്രേക്ക് നല്ല നീറ്റണ്. എങ്ങനെയാ കൂടെ മുങ്ങാൻ? കണ്ടോ നീ മുറിഞ്ഞത്? ആ കണ്ടു. പക്ഷെ അവൻ ഇല്ല, അമ്മയ്ക്ക് അറിയാവുന്നല്ലേ? അതല്ല പോയാലുണ്ട് അവന് വേദന ഉണ്ട്. അതാണ് अपने मेरे सपने दीवारों तू ही मुझको बता दे चाहूं मैं या ना अपने को दिल का बता दे വലുതാണോ അമ്മേ? കുഞ്ഞതാ? അത് സ്കിൻ ഇൻഫെക്ഷൻ ആണോ? വീറുന്നുണ്ട്. അയ്യോ അച്ഛോ. ബാബു പോവണ്ടേ? നമ്മുടെ മുറ്റത്തെ ബാബു പോവണ്ടേടി. ബാബു പോവണ്ടേടി. അച്ഛണ്ട് പോവല്ലേടി മുത്തേ? ഒന്നല്ലേടി? നമ്മുടെ ചക്കരമുത്തല്ലേ? ഇത്ര ആണെന്ന് അറിയാന്നുണ്ട്. ബാബു പോവാനല്ലേ മരുന്ന് വെച്ചേ? അല്ലേ? അല്ലേ? ബാബു പോവാനാ മരുന്ന് വെച്ചേ അല്ലേ? അമ്മേനെ കുഞ്ഞിന് വിശ്വാസം അല്ലേ? ഒരു മനെ ഒരു കിസി കിസി അമ്മയ്ക്ക് തന്നെ. കിസി കിസി. ചല്ലു അല്ല ചല്ലു. ചായല്ല കല്ലു പറഞ്ഞേ. കല്ലു കല്ലു. അടങ്ങിരി അടങ്ങിരി അവിടെ അടങ്ങിരി അവിടെ കട. തടവി തരാം തടവി തരാം തടവി തരാം. ചെരുപ്പ് പൊട്ടിപ്പോയോ? ഇപ്പൊ കണ്ട വീഡിയോയെ ആരാന്ന് മനസ്സിലായോ? ട്യൂണയൊന്നും അല്ല കേട്ടോ, നമ്മുടെ ബ്രൂഡോയാണ്. സെക്കൻഡ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത നല്ല ഒരു റോഡ് വീലറാണ് ആൾ. ആ വീഡിയോ കാണുന്നതല്ല. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരെ ലിങ്ക് ഞാൻ വിട്ടേക്കാം കേട്ടോ, വേണമെങ്കിൽ കണ്ടു നോക്കുക. ഇപ്പൊ മരുന്നിട്ട് കൊടുക്കാനായിട്ട് നോക്കുന്ന ഒരു വീഡിയോ ആണ്. അതിനകത്തും വളരെ സൂക്ഷിച്ച് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തോണ്ട് എനിക്ക് കണ്ടപ്പോ ഇത് എല്ലാരെയും എടുത്തും കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അത്രയും ക്ഷമയോടുകൂടി അത്രയും നേരം ഇരുന്ന് പതുക്കെയാണ് കാലിൽ മരുന്നിട്ട് കൊടുത്തത്. ആ വീഡിയോ ഞാനിവിടെ ഇടാനുള്ള കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലരും നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഡോഗ് മുറിവുണ്ടായി കഴിയുമ്പോൾ മരുന്നിടാനായിട്ട് സമ്മതിക്കുന്നില്ല,
അതേപോലെ തന്നെ ഈ എന്തെങ്കിലും ഡെലിവറി ആകുന്ന ടൈമിലോ അല്ലെങ്കിൽ അതിന് മുമ്പോ ഒക്കെ അഗ്രഷൻ കാണിക്കുക എന്തോ ചെയ്യണമെന്നൊക്കെ നമ്മൾ ചോദിച്ചു വരുമ്പോൾ ഈ അഗ്രഷൻ നേരത്തെ ഡോഗിനുള്ളതാണ്. ആ സമയത്ത് ഒന്നും കറക്റ്റ് ചെയ്യാനായിട്ട് പോയിട്ടില്ല. അപ്പൊ നമുക്ക് അയാൾക്ക് എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നമുള്ളോ, മുറിവുള്ളപ്പോഴോ വേദന ഉള്ളപ്പോഴോ അതേപോലെ ഡെലിവറി ആയി കിടക്കുന്ന സമയത്തോ ഒക്കെ അന്നേരം കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതാ കുഞ്ഞിലേ മുതലേ അല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലം എപ്പോഴാണോ കണ്ടു തുടങ്ങുന്നത് അന്നേരം മുതലേ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ്. മരുന്നിടാനായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ നമ്മൾ മുറിവുണ്ടായതിനു ശേഷം അല്ല ചെയ്യുന്നത്. ഇതിനകത്തൊന്ന് പറഞ്ഞേക്കാം, മുറിവുണ്ടാകുന്ന നമ്മൾ ഒരു മുൻകൂട്ടി കാണുന്നത്. മിക്കവാറും ഡോഗിന്റെ മുറിവുണ്ടാകുന്നത് കാലില്, അതേപോലെ ചെവിയിലൊക്കെ ചിലപ്പോ ഈ പറഞ്ഞോണം എന്തേപോലെ ബൾജിങ് ഒക്കെ ഉണ്ടായി പെയിൻ ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട്. അതേപോലെ വയറിന്റെ അടിഭാഗത്ത് സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഡോഗിന് ചിലപ്പോൾ മുറിവുണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അവിടെയൊക്കെ മരുന്നിടാനായിട്ടുള്ള ഒരു പ്രാക്ടീസ് നമ്മൾ കുഞ്ഞിലെ മുതലേ കൊടുക്കണം. അതേപോലെ കണ്ണിൽ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ കണ്ണി മരുന്ന് കഴിക്കണ്ടേ? ഏറ്റവും സെൻസിറ്റീവ് പാർട്ടാണ്. പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോഗ് സമ്മതിക്കത്തില്ല. അപ്പൊ നമ്മൾ അതിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ടച്ചാണ്. ഇപ്പോ ഇതേപോലെ തന്നെ ഇപ്പം ചെവി എന്ന് പറയുന്നതേ നമ്മൾ കുഞ്ഞിലേ മുതലേ ഇതിങ്ങനെ ഇയാളെ ചെവിയിലും ഒക്കെ ടച്ച് ചെയ്തിരിക്കും. അപ്പൊ പെട്ടെന്ന് പെയിൻ ഉള്ള സമയത്ത് അയാളെ പിടിച്ചു വെച്ച് നമ്മൾ മരുന്ന് ഒഴിക്കാനാണ് എന്നുള്ള ഒരു ഫീല് നമ്മൾ കൊടുക്കുന്നില്ല. പിന്നെ ചിലപ്പോൾ നമ്മൾ മുറിവുണ്ടാകുന്നത് അടിക്കുന്നതെന്ന് പറയുന്നത് സ്പ്രേ ആയിരിക്കും. സ്പ്രേ എന്ന് പറയുന്നത് ഒടുക്കത്തെ നീറ്റലാണ്. ഒരു വട്ടം പെട്ടെന്ന് ചടയെന്ന് പോയി കഴിഞ്ഞാൽ ഇയാൾക്ക് ഈ സാധനം കാണുമ്പോൾ തന്നെ പേടിയാണ് ഉണ്ടാകുന്നത്. അതോടുകൂടി അയാൾ അലർട്ടാകും, നമ്മുടെ അടുത്ത് അഗ്രസീവ് ആകാനായിട്ട് തുടങ്ങും. വളരെ സോഫ്റ്റ് ആയിട്ട് ചെന്ന് അടുത്തിരുന്ന് മരുന്നിട്ട് അല്ലെന്നുണ്ടെങ്കിൽ സ്പ്രേ അടിച്ചതിന് ശേഷം അതേപോലെ തന്നെ കുറച്ചു നേരവും കൂടെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ അവിടുന്ന് പോവുള്ളൂ. ഈ വീഡിയോയിൽ അത് കാണാം. ആദ്യമേ മരുന്നിടാനായിട്ട് ചെറിയൊരു ബിൽഡപ്പ് കൊടുക്കുന്നു, പതുക്കെ കയ്യിലെല്ലാം ടച്ച് ചെയ്യുന്നു, അതിനുശേഷം മരുന്നിടുന്നു. മരുന്നിട്ടിട്ട് പെട്ടെന്ന് ചാടി അങ്ങ് പോകില്ല. അതിനുശേഷം വീണ്ടും അവിടെ ഇരിക്കുന്നു. അയാളുടെ ലാസ്റ്റ് മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ ഈ മരുന്നുമായിട്ട് അടുത്തിരിക്കുമ്പോൾ പെയിൻ അല്ല, നമ്മൾ അതിനെ കംഫർട്ട് ആക്കിയതിന് ശേഷമാണ് പോകുന്നത്. കാരണം ഇനിയും മരുന്നിടണം, ഇത് ഒരു നേരം ഇടാനല്ലല്ലോ. മരുന്നിടുന്നത് ഫ്യൂച്ചറിലും മരുന്നിടണം എന്നുള്ള ഒരു കാര്യത്തോടു കൂടിയാണ്. അല്ല ഒരു വട്ടം അടിച്ചിട്ട് അങ്ങ് പോകാനല്ല. അതിന് നല്ല ക്ഷമയും വേണം, സ്നേഹവും വേണം. പെട്ടെന്ന് സ്നേഹം കാണിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇന്നലെ വരെ സ്നേഹം കാണിക്കാതിരുന്നിട്ട് ഇപ്പൊ ചെന്ന് മരുന്നിടാൻ വേണ്ടിയിട്ട് സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്നേഹവും ശാസനയും എല്ലാം പതുക്കെ നമ്മൾ കൊടുത്തു വരേണ്ട കാര്യങ്ങളാണ്. കുറച്ച് പാർട്ടുകൾ ഇവരുടേത് നമ്മൾ ടച്ച് ചെയ്ത് അത് ശരിയാക്കിക്കൊണ്ട് വരേണ്ടതുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇതേപോലെ കാലിന്റെ അടിഭാഗത്തെല്ലാം നമ്മൾ ഇതേപോലെ എപ്പോഴും തടവി കൊടുക്കണം. നമ്മൾ ഇങ്ങനെ നോർമലി കുഞ്ഞിലെ മുതലേ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തോന്നത്തില്ല, അതായത് മരുന്നിടാൻ വരുവാണെന്നൊന്നും അവർക്ക് ഫീൽ ചെയ്യത്തില്ല. അതൊക്കെ ഇങ്ങനെ തടവിക്കൊണ്ടിരുന്ന് കഴിഞ്ഞ ഡോഗിനാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് വേണം, മരുന്ന് ഇവിടെ വെച്ചിട്ട് എടുക്കും, അതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അങ്ങ് പോത്തതേ ഉള്ളൂ. അതേപോലെ തന്നെ ചെവിയിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ തടവി ഇരിക്കുക, ഇങ്ങനെ തടവി ടച്ച് ചെയ്ത് അവിടെയായിട്ട് നമ്മളും നമ്മുടെ കൈയും ഡോഗിന്റെ ആ ചെവിയുമായിട്ടും ഒരു കണക്ഷൻ ഉണ്ടാക്കി എടുക്കുക. കണ്ണിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കണ്ണ് തുറക്കുക, അടയ്ക്കുക, ഇതൊക്കെ ചുമ്മാതെ നമ്മൾ കളിച്ചോണ്ടിരിക്കുമ്പോൾ സ്നേഹിച്ച് ചെയ്തോണ്ടിരിക്കണം. അപ്പൊ അവർക്കതൊരു കളിയാണ്, അവർക്കതൊരു രസമാണ്, ഇല്ലയോ? എന്താ വേണ്ട. അപ്പൊ കണ്ണിനകത്ത് മരുന്ന് ഒഴിക്കാനായിട്ട് സമ്മതിക്കും. അതേപോലെ തന്നെ വായിക്കകത്തും നമ്മൾ പതുക്കെ എല്ലാ ഭാഗത്തും ഇതേപോലെ ടച്ച് ചെയ്തൊക്കെ നോക്കണം. വായിക്കകത്ത് മുറിവുണ്ടായി കഴിഞ്ഞാൽ ചെയ്യേണ്ടി വരും. പിന്നെ പ്രൈവറ്റ് പാർട്ടിലൊക്കെ ഇതേപോലെ നമുക്ക് എന്തായാലും ഒരു ആക്സസ് ഉണ്ടായിരിക്കണം. കാരണം അവിടെ മുറിവ് വരാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. ക്ലീൻ ചെയ്യേണ്ടത്, കുളിപ്പിക്കുമ്പോൾ ക്ലീൻ ചെയ്യേണ്ടതൊക്കെ സ്ഥലമാണ്. വയറിന്റെ അടിഭാഗം എല്ലായിടത്തും ഈ ടച്ച് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. കുഞ്ഞിലെ ഒരു 3 മാസത്തിനകത്ത് ഇത് സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റൂട്ടീനായിട്ട് അങ്ങ് മാറും. പിന്നെ നമ്മൾ വല്ലപ്പോഴും ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുക. ലാസ്റ്റ് മെമ്മറി കിടക്കുന്നതായിരിക്കും. അപ്പൊ ലാസ്റ്റ് നമ്മൾ ഇവിടെ ചെവി പിടിച്ച് വേദനിപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെവി പിടിച്ചിട്ട് വേദനിപ്പിക്കുന്നതായിരിക്കും അയാളുടെ മനസ്സിൽ കിടക്കുന്നതെന്ന് പറയുന്നത്. അഥവാ സപ്പോസ് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, ഇപ്പൊ നമ്മൾ മരുന്നിടുമ്പോഴോ അതേപോലെ തന്നെ നമ്മൾ തടവുമ്പോഴോ ഒക്കെ അയാൾക്ക് എന്തെങ്കിലും ഒരു പെയിൻ ഉണ്ടായി, ചിലപ്പോൾ ഒരു കരച്ചിലേക്കാം, ചിലപ്പോൾ ഒന്ന് ബൈറ്റ് ചെയ്യാനൊരു ഇതുണ്ടാകുന്നതൊക്കെ വെച്ചോ. അപ്പൊ നമ്മൾ അവിടുന്ന് പിന്മാറാതെ അതിനുശേഷം അതേ സ്ഥലത്ത് പതുക്കെ സോഫ്റ്റ് ആയിട്ട് തടവി പതുക്കെ ഒന്ന് കുറച്ചു നേരം ഒന്ന് അയാളെ കംഫർട്ട് ആക്കിയതിന് ശേഷം മാത്രമേ അവിടുന്ന് എഴുന്നേറ്റ് പോകാവുള്ളൂ. അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ വേദനിപ്പിച്ചതായിരിക്കത്തില്ല അപ്പൊ ഈ ഡോഗിന്റെ മനസ്സിലുള്ള എന്തായിരിക്കും, നമ്മൾ ആ തടവി ഓക്കെ ആക്കുന്നതായിരിക്കും മനസ്സിലുള്ളതെന്ന് പറയുന്നത്. മനസ്സിലായല്ലേ? അപ്പൊ അതേപോലെ എല്ലാം ചെയ്യാം. നഖം വെട്ടുന്ന കാര്യം അതേപോലെ തന്നെ. നഖം വെട്ടുന്ന സമയത്ത് നമ്മൾ വളരെ സൂക്ഷിച്ചാ ചെയ്യുന്നത്. എന്നാൽ പോലും ചിലപ്പോൾ ഒന്ന് പെയിൻ ഉണ്ടാകാം. പെയിൻ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയാള് കുരയ്ക്കുകയോ പേടിപ്പിക്കുകയോ കരയുകയോ ചിലപ്പോൾ റിയാക്ട് ചെയ്ത് നമ്മളെ ഒന്ന് പിടിക്കാൻ നോക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിനുശേഷം എന്തോന്നും പറഞ്ഞിട്ട് പതുക്കെ അവിടെ നിന്ന് കംഫർട്ട് ആക്കിയതിന് ശേഷം
നഖം വെട്ടി കംപ്ലീറ്റ് ചെയ്യാതെ അവിടെ നിന്ന് പോകരുത്. അല്ലെന്നുണ്ടെങ്കിൽ പ്രോബ്ലം എന്താണെന്നറിയാവോ, അടുത്ത തവണ നഖം വെട്ടി എടുക്കുമ്പോഴത്തേനെ ഇവൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ വീഡിയോ കണ്ടപ്പോ ഇത്രയും കാര്യം, ഇത് ഈ ഡോഗിനെ ചെയ്യുന്ന കണ്ടപ്പോ നമുക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോളെ ചല്ല് എല്ലാം അവളെ കായ്ക്കെല്ലാം ചായ പറയുന്നത് കേട്ടാ. അപ്പൊ എന്തായാലും ആ ഡോഗിനെ അങ്ങനെ നല്ല സൈസുള്ള ഡോഗാ കേട്ടോ. നല്ല സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40-45 kg കൊണ്ടായിരുന്നു. അപ്പൊ വെയിറ്റ് ഇച്ചിരി കുറച്ചുകൊണ്ടിരിക്കുവാണ്. പെപ്പേൻ ധ്രുവ് ഉണ്ടോ അവിടെ? കൂട്ടുകാരാ പെപ്പേൻ ധ്രുവ്, അതൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ ഡോഗിനെ നമ്മള് ഇപ്പൊ കഴിഞ്ഞ ഒരു ഇയാളുടെ തന്നെ, ഈ ബ്രൂഡോയുടെ തന്നെ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു, ഷോർട്സ് ആയിട്ട് ഇട്ടായിരുന്നു. അതിനകത്ത് വായിലിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കവറ് അയാളെ പറ്റിച്ചിട്ട് ഇങ്ങനെ വാങ്ങിക്കുന്നതൊക്കെ ആയിരുന്നു. അത് നമ്മളൊരു ക്യൂട്ട് ഫീലിൽ വാങ്ങിച്ചായിരുന്നു. അതിന്റെ താഴെ ഒരുപാട് കമന്റ്, ഇതാണോ തിരനിറച്ച തോക്ക്, ഇതിനെ വളർത്തി വഷളാക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇത് യഥാർത്ഥത്തിൽ എന്താണ്, അത് വാങ്ങിക്കാന്ന് പറയുന്നത് ടാലന്റ് ആണ്. അത് കയ്യിൽ അഴുക്ക് പറ്റി അച്ഛൻ തുടച്ചു തരാം. അങ്ങനെ വളർത്തിയാക്കുക എന്ന് പറയുന്നത് ടാലന്റ് ആണ്. അത് ഒരുപാട് ക്ഷമയും അതേപോലെ സ്നേഹവും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ വേണ്ടുന്ന കാര്യമാണ്. അത് പറ്റാത്തവരാണ് ഇതിനകത്ത് ഇങ്ങനെ. അതായത് എല്ലാവരുടെയും കൺസെപ്റ്റ് എന്തുവാണ്, ഡോഗിനെ വളർത്തും. ഇപ്പൊ റോഡ് വീലർ അതിന്റെ ഓണറിന്റെ അടുത്ത് അഗ്രഷൻ കാണിക്കുന്നതാണ് നമുക്ക് റിസൾട്ട് വേണ്ടത്? ഒരിക്കലും അല്ല. ഓണറിന്റെ അടുത്ത് അതൊരു ഇതേപോലെ പൂച്ചക്കുട്ടിയെ പോലെ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു കുഞ്ഞു വാവയെ പോലെ കിടക്കണം. അത് തന്നെയാണ് നമുക്ക് വേണ്ടുന്ന ഔട്ട്പുട്ട്. ഇതേപോലെ ഇതേ സാഹചര്യത്തിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യുകയും വേണം, ഓണറിനെ പ്രൊട്ടക്ട് ചെയ്യുകയും വേണം. അതേസമയം തന്നെ ഓണർ പറയുന്നത് ഒബേ ചെയ്യുകയും വേണം. നമ്മളിപ്പോ എന്താ പറ്റി, എന്തുവാ വടിയോ പേടിപ്പിക്കാൻ വന്നയാന്നോ? ഇതാ ഞാൻ വിടട്ടെ, കല്ലുവിനെ വിടട്ടെ എന്നാ തടവി കൊടുക്ക്. താണ്ട ഇവക്കൊന്നും ഇവരൊന്നും തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. മോളും കൂടെ തടവി കൊടുത്തേ വാവയ്ക്ക്. കുഞ്ഞിലെ മുതലേ ഇവരെല്ലാരും ടച്ച് ചെയ്യുന്നത്, അതും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ടച്ച് ചെയ്യുന്നത് നമ്മൾ പതുക്കെ ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അതുമായിട്ട് ഒരു മാച്ചിങ് ആയി വരുവാണ്. അപ്പൊ എന്തായാലും ഇത്രയും കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.